ഉദ്ദേശിക്കുന്നത്. ഇനി ഈ കോംപ്ലിമെന്റ് സിസ്റ്റം എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് പാസീവ് റെഗുലേഷൻ അതായത് ഈ ഒരു നമ്മളുടെ സെൽസ്, അതായത് ഈ കോംപ്ലിമെന്റ് സിസ്റ്റം ആക്റ്റീവ് ചെയ്യുമ്പോൾ നമ്മളുടെ സെൽസിനൊന്നും പറ്റരുതല്ലോ. അതിനുവേണ്ടി എന്താ മെക്കാനിസം, അതായത് നമ്മളുടെ സെൽസിനൊന്നും പറ്റരുത്, എന്നാൽ പാത്തോജനെ കൊന്നുകളയും ചെയ്യണം. അതുകൊണ്ട് അതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നമ്മളുടെ സെൽസിൽ സിയാലിക് ആസിഡ് ധാരാളമുണ്ട്. ഈ സിയാലിക് ആസിഡ് ഉള്ളപ്പോൾ എന്താ സംഭവിക്കുക, ഈ പ്രോട്ടിയേസസ് എന്ന് പറയുന്ന എൻസൈംസിനെ കൊണ്ട് C3b അങ്ങോട്ട് ക്ലീവ് ചെയ്ത് കളയും. C3b ക്ലീവ് ചെയ്താൽ പിന്നെ ബാക്കി C5 കൺവേർട്ടേഴ്സ് ഉണ്ടായി അങ്ങനെ മാക് കോംപ്ലക്സ് ഒന്നും ഫോം ചെയ്യില്ലല്ലോ. അതുകൊണ്ട് നമ്മളുടെ ഹോസ്റ്റ് സെൽസിൽ സിയാലിക് ആസിഡ് കൂടുതലുള്ളത് കൊണ്ട് ഈ പ്രോട്ടിയേസ് എന്ന് പറയുന്ന എൻസൈം ആക്ടിവേറ്റ് ചെയ്ത് C3b ക്ലീവ് ചെയ്ത് കളയും. അപ്പോൾ ആ ഒരു കോംപ്ലിമെന്റ് സിസ്റ്റം നമ്മളുടെ സെൽസിൽ ആക്ടിവേറ്റ് ചെയ്യില്ല. പക്ഷെ മൈക്രോബ്സിൽ ഈ സിയാലിക് ആസിഡ് കുറവുള്ളത് കൊണ്ട് അവരെന്തായാലും അറ്റാക്ക് ചെയ്യും. അതാണ് പാസീവ് റെഗുലേഷൻ എന്ന് പറയുന്നത്. പിന്നുള്ളത് C1 ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ C1 കോംപ്ലക്സിന് അങ്ങോട്ട് ഇൻഹിബിറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, C1 കോംപ്ലക്സിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് C1 ഇൻഹിബിറ്റർ. പിന്നെ DK ആക്സിലറേറ്റിംഗ് ഫാക്ടർ അതെന്ന് വെച്ചാൽ C3 കൺവേർട്ടേഴ്സിനെ ഡിഗ്രേഡ് ചെയ്യും. അപ്പോൾ ഇവിടെ C1 ഇൻഹിബിറ്റർ എന്ന് വെച്ചാൽ C1 കോംപ്ലക്സിനെ ഡിഗ്രേഡ് ചെയ്യും. C3 കൺവേർട്ടേഴ്സിനെ ഡിഗ്രേഡ് ചെയ്യുന്നതാണ് DAF, ദാറ്റ് ഈസ് DK ആക്സിലറേറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നോക്കിക്കേ, ഈ പറയുന്ന C4b അതായത് C4b2A എന്താ ചെയ്യുന്നത്, C4b ഉണ്ടെങ്കിൽ ഫാക്ടർ I ഉപയോഗിച്ച് അതിനെ ക്ലീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഈ C4b2A എന്ന് പറയുന്നത് C3 കൺവേർട്ടേഴ്സ് കോംപ്ലക്സ് ആണല്ലോ. ഈ C3 കൺവേർട്ടേഴ്സിനെ നമ്മൾ DK ആക്സിലറേറ്റിംഗ് ഫാക്ടേഴ്സ് ഉപയോഗിച്ച് ആ ഫാക്ടേഴ്സ് ആണ് DAF, CD55, CR1, C4BP. ഇതൊക്കെ ഇതൊക്കെ DK ആക്സിലറേറ്റിംഗ് ഫാക്ടേഴ്സ് ആണ്. ഈ ഫാക്ടേഴ്സ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, C3 കൺവേർട്ടേഴ്സിനെ നശിപ്പിച്ച് കളയാൻ പറ്റും. ഇനി സപ്പോസ് അവിടെ C4b എങ്ങാൻ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഫാക്ടർ I ഉപയോഗിച്ച് ക്ലീവ് ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, പിന്നെ ഫാക്ടർ I ഞാൻ പറഞ്ഞല്ലോ, ഫാക്ടർ I ഉണ്ടെങ്കിൽ നമുക്ക് C4bനെയും C3bനൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഫാക്ടർ Iക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഇവർക്ക് വർക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് കോ ഫാക്ടേഴ്സിന് ആവശ്യമാണ്. അത് ഹോസ്റ്റ് സെൽസിലുള്ള കോ ഫാക്ടേഴ്സ് ആണ് MCP, CD46, CR1 എന്ന് പറയുന്നത് നമ്മളുടെ ഹോസ്റ്റ് സെൽസിലുള്ള കോ ഫാക്ടേഴ്സ് ആണ്. ബ്ലഡിലാണെങ്കിൽ ഫാക്ടർ H, C4BP എന്നൊക്കെ പറയുന്ന കുറച്ച് കോ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഫാക്ടർ I എന്താ ചെയ്യുന്നത്, C3bനെയും C4bനെയൊക്കെ എലിമിനേറ്റ് ചെയ്യുമ്പോൾ കോംപ്ലിമെന്റ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യില്ല. ഓക്കെ, പിന്നെ പ്രൊട്ടക്റ്റിൻ എന്ന് പറയുന്നത് നമ്മളുടെ മാക് കോംപ്ലക്സ് ഫോം ചെയ്യുന്നത് ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ് പ്രൊട്ടക്റ്റിൻ. കാർബോക്സി പെപ്റ്റിഡേസ് എന്ന് പറയുന്നത് അനാഫിലാടോക്സിൻസിനെ ഇനാക്ടിവേറ്റ് ചെയ്യും. അനാഫിലാടോക്സിൻസ് നമുക്ക് അറിയാലോ, സ്മോളർ സബ് യൂണിറ്റുകളാണ് അനാഫിലാടോക്സിൻസ്. അവരാണ് ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കി വെക്കുന്നത്. അത് ഇനാക്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് കാർബോക്സി പെപ്റ്റിഡേസസ് എന്ന് പറയുന്നത്. അടുത്തത് ബയോളജിക്കൽ കോൺസിക്വൻസ് ഓഫ് കോംപ്ലിമെന്റ് ആക്ടിവേഷൻ. അതായത് ഈ കോംപ്ലിമെന്റ് പ്രോട്ടീൻസ് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ സെല്ല് ലൈസ് ചെയ്യും, ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഉണ്ടാക്കും. ഒപ്സോണൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മൈക്രോബിനെ ഫാഗോസൈറ്റോസിസ് ചെയ്ത് നശിപ്പിച്ച് കളയും. പിന്നെ വൈറൽ ന്യൂട്രലൈസേഷൻ എന്ന് വെച്ചാൽ വൈറൽ എൻട്രി ഉണ്ടെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ടാണ്. പിന്നെ ക്ലിയറൻസ് ഓഫ് ഇമ്മ്യൂൺ കോംപ്ലക്സ്. ഇതൊക്കെയാണ് കോംപ്ലിമെന്റ് activation, the biological consequence: cell lysis inducing inflammatory response, opsonization, viral neutralization, clearance of immune complex. അടുത്തത് ഡെഫിഷ്യൻസി ഓഫ് കോംപ്ലിമെന്റ് സിസ്റ്റം. അതായത് ഈ പറയുന്ന C1Q, C1R, C1S, C4, C2 ഇങ്ങനെയുള്ള കോംപ്ലിമെന്റ്സ് ഒക്കെ ഡെഫിഷ്യൻ്റ് ആയി പോയാൽ ചില രോഗങ്ങൾ സംഭവിക്കും. ഏതാണ്? ഇപ്പം ലൂപ്പസ്, ഗ്ലോമറുലോനെഫ്രൈറ്റിസ്, വാസ്കുലറൈറ്റിസ് അങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടാക്കും. അതായത് ക്ലാസിക്കൽ പാത്വേയിൽ ഏതെങ്കിലും പ്രോട്ടീൻസ് ഡെഫിഷ്യൻ്റ് ആകുമ്പോൾ ചില രോഗങ്ങൾ സംഭവിക്കും. ഇപ്പോൾ ഫാക്ടർ D എന്ന് പറയുന്ന സാധനം, അത് നമുക്കറിയാം ആൾട്ടർനേറ്റീവ് പാത്വേയിലുള്ളതാണ്. ഫാക്ടർ D, ഫാക്ടർ P അതൊക്കെ ഡെഫിഷ്യൻ്റ് ആകുമ്പോൾ അതനുസരിച്ച് രോഗങ്ങൾ ഉണ്ടാവും. C3 ഡെഫിഷ്യൻ്റ് ആകുമ്പോൾ അതനുസരിച്ച് രോഗങ്ങൾ ഉണ്ടാവും. C1 ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞാൽ C1നെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അവരില്ലെങ്കിൽ അതനുസരിച്ച് രോഗങ്ങൾ സംഭവിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഈ പറയുന്ന കോംപ്ലിമെന്റ് സിസ്റ്റത്തിന്റെ ഡെഫിഷ്യൻസി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. താങ്ക് യു.